നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലെ വോട്ട് ചോർച്ചയിൽ കടുത്ത നടപടിയുമായി CPM. UDF പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത മെമ്പറെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. വിപ്പ് ലംഘിച്ച മെമ്പർക്കെതിരെ അയോഗ്യതാ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് CPM ലോക്കൽ കമ്മിറ്റി. മണ്ണൂരിൽ CPIയെ പേരെടുത്തു പറയാതെ രൂക്ഷമായി വിമർശിച്ച CPM നേതാക്കൾ. പ്രദേശത്ത് CPMനെ പരാജയപ്പെടുത്താൻ ചുവന്ന കൊടി പിടിക്കുന്ന ചിലർ കിണഞ്ഞു പരിശ്രമിച്ചു. കമ്മ്യൂണിസ്റ്റുകാരെന്ന് വാദിക്കുന്ന ഇക്കൂട്ടർ മുന്നണി മര്യാദകൾ കാറ്റിൽ പറത്തിയെന്ന് ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. സുരേഷ്. ഇടതുപക്ഷത്തെ കോൺഗ്രസിനും BJPക്കും ഒറ്റിക്കൊടുക്കാൻ ശ്രമിച്ചെന്നും ആരോപണം. വാർത്തകൾ വിശദമായി. ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലെ വോട്ട് ചോർച്ചയിൽ കടുത്ത നടപടിയുമായി CPIM. UDF പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത 16-ാം വാർഡ് മെമ്പർ രാമചന്ദ്രനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം മെമ്പർക്കെതിരെ അയോഗ്യതാ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് CPM ലോക്കൽ സെക്രട്ടറി MV മനോജ് അറിയിച്ചു. പാർട്ടി വിപ്പ് ലംഘിച്ച് വോട്ട് ചെയ്തത് അതീവ ഗൗരവകരമായ വീഴ്ചയാണെന്ന് വിലയിരുത്തിയാണ് നടപടി. ചേലക്കരയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ LC സെക്രട്ടറി MV മനോജാണ് രാമചന്ദ്രനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി അറിയിച്ചത്. അപ്പോൾ 16-ാം വാർഡിൽ നിന്ന് മത്സരിച്ച PN രാമചന്ദ്രനാണ് CPM നിന്നും വോട്ട് മാറി UDFന് വോട്ട് നൽകിയത്. പാർട്ടി അത് അതീവ ഗൗരവമായാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ വിധേയമായി PN രാമചന്ദ്രനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അതുകൂടാതെ ഈ നാട്ടിൽ കൂറുമാറ്റ നിരോധന നിയമം നിലവിലുള്ള രാജ്യമാണല്ലോ. പാർട്ടിയുടെ വിപ്പ് ലംഘിച്ച് UDFന് വോട്ട് ചെയ്ത PN രാമചന്ദ്രനെതിരെ എല്ലാവിധ നിയമ നടപടികളും എടുക്കാനും അതിൻ്റെ കത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുക്കുവാനും വേണ്ടി പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. അബദ്ധത്തിൽ സംഭവിച്ചതാണെന്ന രാമചന്ദ്രന്റെ വിശദീകരണം തൃപ്തികരമല്ല. പഞ്ചായത്ത് ഭരണസമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ അംഗത്തിന്റെ വോട്ട് UDF പ്രതിനിധിയായ T. ഗോപാലകൃഷ്ണൻ ലഭിച്ചത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. പാർട്ടിയുടെ അടിസ്ഥാന തത്വങ്ങൾക്കും അച്ചടക്കത്തിനും വിരുദ്ധമായി പ്രവർത്തിച്ച അംഗത്തിനെതിരെ കർശനമായ നടപടി വേണമെന്ന് പ്രാദേശിക നേതൃത്വം നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. മെമ്പറെ പുറത്താക്കിയ സാഹചര്യത്തിൽ ഇയാൾക്കെതിരെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യതാ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് ഇടതുമുന്നണിയുടെ നീക്കം. ഇതോടെ ചേലക്കര പഞ്ചായത്ത് 16-ാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള കളമൊരുങ്ങും. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മണ്ണൂരിൽ CPMനെ പരാജയപ്പെടുത്താൻ ചുവന്ന കൊടി പിടിക്കുന്ന ചിലർ കിണഞ്ഞു ശ്രമിച്ചെന്ന് ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. സുരേഷ്. കമ്മ്യൂണിസ്റ്റുകാരെന്ന് വാദിക്കുന്ന ഇക്കൂട്ടർ മുന്നണി മര്യാദകൾ കാറ്റിൽ പറത്തിയെന്നും മണ്ണൂരിൽ ജനപ്രതിനിധികൾക്കുള്ള സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കവേ K. സുരേഷ് കുറ്റപ്പെടുത്തി. കമ്മ്യൂണിസ്റ്റുകാരെന്ന് മേനി നടിക്കുന്നവർ തന്നെയാണ് മണ്ണൂരിൽ ഇടതുപക്ഷത്തെ തകർക്കാൻ പ്രവർത്തിച്ചതെന്നും K. സുരേഷ് കുറ്റപ്പെടുത്തി. CPMനെ പരാജയപ്പെടുത്താൻ എല്ലാ വാർഡുകളിലും കോൺഗ്രസും BJPയുമായും ഇവർ കൂട്ടുകൂടിയെന്നും സുരേഷ് ആരോപിച്ചു. ഒരു പാർട്ടിയുടെയും പേരെടുത്തു പറയാതെയാണ് വിമർശനം. എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ തോൽപ്പിക്കാൻ എല്ലാ പ്രതിലോമ ശക്തികളും ജനാധിപത്യ വിരുദ്ധരും ജനവിരുദ്ധരുമായിട്ടുള്ളവർ ഒത്തുചേരുക എന്നതിൻ്റെ ഒരു മാതൃക എവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന ഒന്നാമത്തെ മാതൃകയാണ് മണ്ണൂർ പഞ്ചായത്തിൽ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. എങ്ങനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ CPIMനെ തോൽപ്പിക്കുക, ഇതാണ് അജണ്ട. ഇതിനപ്പുറം മറ്റൊന്നില്ല. ഒരു ജനാധിപത്യ വേദിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ആ നാടിൻ്റെ വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും ആ നാടിൻ്റെ ഭാവിയെ സംബന്ധിച്ച് തീരുമാനമെടുക്കാനും ജനങ്ങൾക്ക് വേണ്ടി സന്നദ്ധതയോടെ പ്രവർത്തിക്കുന്നവരെ തിരഞ്ഞെടുക്കാനും ഒക്കെയുള്ളതാണല്ലോ. അത്തരത്തിലുള്ള ഒരു ജനാധിപത്യ പ്രക്രിയയെ എത്രമാത്രം തകർക്കാൻ കഴിയുമോ അതിനു വേണ്ടിയുള്ള പരിശ്രമമാണ് നമ്മളിവിടെ കണ്ടത്. ആ പരിശ്രമത്തിൽ നേതൃസ്ഥാനത്താരായിരുന്നു? നമ്മുടെ ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ ഇത് ജനങ്ങളുടെ പാർട്ടിയാണ്. ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ നമ്മുടെ സംസ്ഥാനം ഇന്നോളം ആർജിച്ചിട്ടുള്ള
എല്ലാ നേട്ടങ്ങളുടെയും നേതൃസ്ഥാനത്ത് ഉള്ള ഈ പാർട്ടിയെ മണ്ണൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഇന്നത്തെ ഈ വലിയ വികസന മുന്നേറ്റത്തിന് നേതൃത്വം നൽകിയ നമ്മുടെ ഈ പാർട്ടിയെ ഈ നാടിൻ്റെ എല്ലാമായ പാർട്ടിയെ ഇതിനെ തകർക്കാനാണ് നേതൃസ്ഥാനത്ത് നിന്ന് പ്രവർത്തിച്ചത് ഒരു ചുവന്ന കൊടി കയ്യിൽ പിടിച്ചിട്ടുള്ള ചില ആളുകളാണ്. CPM ലോക്കൽ സെക്രട്ടറി OV സ്വാമിനാഥൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളെ സുരേഷ് ഷാളണീച്ച് സ്വീകരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TR ശശി, SJ നജീബ്, V മോഹനൻ, P സുരേഷ് ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വടക്കാഞ്ചേരിയിൽ വീടിന്റെ ടെറസിൽ നിന്ന് വീണ് ഗൃഹനാഥൻ മരിച്ചു. ഓട്ടുപാറ കൂന്തിലി വീട്ടിൽ പൗലോസിന്റെ മകൻ 65 വയസ്സുള്ള പോളാണ് മരിച്ചത്. വീടിന്റെ ടെറസിൽ നിന്ന് അബദ്ധത്തിൽ താഴെ വീണ പോളിനെ വീട്ടുകാർ ഉടൻ തന്നെ ഓട്ടുപാറ ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിൽ മകൻ വിപിൻ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വടക്കാഞ്ചേരി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. മൃതദേഹം തുടർ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം വികസന ക്ഷേമ പരിപാടിയുടെ ഭാഗമായി ചെറുതുരുത്തിയിൽ ചതുർദിന പരിശീലന പരിപാടി തുടരുന്നു. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ഹരി പരിശീലനം ഉദ്ഘാടനം ചെയ്തു. കിലയുടെ നേതൃത്വത്തിലാണ് പരിശീലനം. പരിശീലന പരിപാടി വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ഹരി ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് സർക്കാരും ജനങ്ങളും ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു സർക്കാരാണ് നമുക്ക് ആവശ്യമുള്ളത് എന്നുള്ളതിന്റെ തെളിവായി ഈ 10 വർഷത്തിന്റെ ഭരണത്തിന്റെ നമുക്ക് എടുത്തു പറയാവുന്ന മികവുകളും അതിലുണ്ടായിട്ടുള്ള ന്യൂനതകളും അറിയുന്നതിന് വേണ്ടി ജനങ്ങളിലേക്ക് ഇറങ്ങി വന്ന് നമ്മളുടെ ആശയങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും എല്ലാം നേരിട്ട് സ്വീകരിച്ച് ആവശ്യമായ മെച്ചപ്പെടുത്തലുകൾ വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നടക്കുന്നത്. അതിനുവേണ്ടി 84,000-ഓളം വോളണ്ടിയേഴ്സിനെ തിരഞ്ഞെടുത്ത് 85 ലക്ഷത്തോളം ജനങ്ങളിൽ നിന്ന് നേരിട്ട് ആശയങ്ങൾ കളക്ട് ചെയ്ത് ഇതത്ര നിസ്സാരമായ പരിപാടി എന്നാണ് നമുക്കറിയാൻ കാരണം. വൈസ് പ്രസിഡന്റ് VK ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് UB കണ്ണൻ മുഖ്യാതിഥിയായിരുന്നു. കില ബ്ലോക്ക് കോർഡിനേറ്റർ N കുമാരൻ, കോർഡിനേറ്റർമാരായ K സുഭാഷ്, സുബിൻ ചെറുതുരുത്തി, CR രഞ്ജിനി, ബിനിഷ, KP രമ്യ, V ശേഖർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ദേശമംഗലം, വരവൂർ, മുള്ളൂർക്കര പഞ്ചായത്തുകളിലെ സന്നദ്ധ സേനാംഗങ്ങൾക്കാണ് ആദ്യ 2 ദിനങ്ങളിലെ പരിശീലനം. തുടർന്ന് വള്ളത്തോൾ നഗർ, പാഞ്ഞാൾ പഞ്ചായത്തിലെ സന്നദ്ധ സേനാംഗങ്ങൾക്ക് പരിശീലനം നൽകും. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ കേരളീയ ആയുർവേദ സമാജം വാർഷിക പൊതുയോഗം സമാജം അങ്കണത്തിൽ നടന്നു. പൂമുള്ളിമന PM നാരായണൻ ഭദ്രദീപം തെളിയിച്ച് യോഗം ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ കേരളീയ ആയുർവേദ സമാജത്തിൻ്റെ വാർഷിക പൊതുയോഗം തിങ്കളാഴ്ച രാവിലെ സമാജം അങ്കണത്തിൽ വെച്ച് സംഘടിപ്പിച്ചു. പൂമുള്ളിമന PM നാരായണൻ ഭദ്രദീപം കൊളുത്തി യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് S സുബ്രഹ്മണ്യൻ മൂസിന്റെ അധ്യക്ഷതയിൽ യോഗ നടപടികൾ ആരംഭിച്ചു. ഈ കഴിഞ്ഞ 124 വർഷത്തെ പാരമ്പര്യം എടുത്തു നോക്കുമ്പോൾ 3 കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഒന്ന്, പാരമ്പര്യമുള്ള അഷ്ടവൈദ്യന്മാരുടെ നേതൃത്വത്തിലുള്ള ചികിത്സ നമ്മുടെ ഈ സമാജത്തിൻ്റെ മാത്രമുള്ള ഒരു പ്രത്യേകതയായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ അഷ്ടവൈദ്യന്മാരുടെ നേതൃത്വത്തിലുള്ള പാനൽ ചികിത്സ നമുക്ക് നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. P മുഹമ്മദ് സ്വാഗതം പറഞ്ഞ യോഗത്തിൽ PK ബാലചന്ദ്രൻ, KP ജോസഫ്, CM മാധവൻ, K രാജൻ, TS രാമൻ നമ്പൂതിരി, PR ഉണ്ണി, TV വാസുദേവൻ, ഡോക്ടർ രവി മൂസ് തുടങ്ങിയവർ സംസാരിച്ചു. മാനേജർ A ബൈജു അംഗങ്ങൾക്ക് മുൻപാകെ മിനിസ്റ്റ് വായിച്ചു നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ നെടുങ്ങോട്ടൂരിൽ പൈപ്പ് തകർന്ന് വ്യാപകമായി ശുദ്ധജലം പാഴാകുമ്പോഴും അനങ്ങാപ്പാറ നയവുമായി ജല അതോറിറ്റി. നെടുങ്ങോട്ടൂർ ജം സ്കൂളിന് സമീപമാണ് വൻതോതിൽ ശുദ്ധജലം പാഴാകുന്നത്. പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് പൊതുപ്രവർത്തകനായ SP മുരളി പറഞ്ഞു. നെടുങ്ങോട്ടൂർ ജം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് സമീപം 2 ആഴ്ചയോളമായി കുടിവെള്ളം പാഴാവുകയാണ്. ഈ ഭാഗത്തെ ജലവിതരണ കുഴലുകൾ തകർന്ന നിലയിലാണ്. ഇക്കാര്യം നാട്ടുകാർ വാട്ടർ അതോറിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. പ്രദേശത്തെ പൊതുപ്രവർത്തകനായ SP മുരളി
നേരിട്ട് പരാതി നൽകുകയും ചെയ്തു. എന്നാൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ വെള്ളം വിടുന്നതുകൊണ്ട് പൈപ്പിലെപ്പോഴും വെള്ളമുണ്ടാകുമെന്നും അറ്റകുറ്റപ്പണി നടത്താൻ പ്രയാസമാണെന്നും എഞ്ചിനീയർ വിശദീകരിച്ചതായി SP മുരളി പറഞ്ഞു. വാൾവ് അടച്ചു വേണം പ്രവൃത്തി നടത്താനെന്നും ഇത് പ്രയാസമാണെന്നും എഞ്ചിനീയർ പറഞ്ഞത്രേ. സൗകര്യപ്രദമായ ഒരു ദിവസം വാൾവ് അടച്ച് പ്രവൃത്തി നടത്താമെന്ന് എഞ്ചിനീയർ ഉറപ്പു നൽകിയിരുന്നെങ്കിലും 2 ആഴ്ചയായി ഒരു നടപടിയും എടുക്കുന്നില്ലെന്ന് SP മുരളി കുറ്റപ്പെടുത്തി. റിട്ടേൺ ലെറ്റർ അദ്ദേഹത്തിന് ഒരു പരാതിയായിട്ട് എഴുതി കൊടുക്കുകയും ചെയ്തു. എന്നിട്ടും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ യാതൊരു വിധ നടപടിയും ചെയ്യാതെ ഈ വെള്ളം ഇതേപോലെ ലീക്കായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു മെയിൻ പൈപ്പാണ്. ഈ മെയിൻ പൈപ്പ് ഇവിടെ പല ഉയർന്ന പ്രദേശങ്ങളിലേക്കും വെള്ളം എത്താത്ത സ്ഥിതി വന്നുകൊണ്ടിരിക്കുകയാണ്. മുണ്ടായ തൊട്ട് ആന്തൂർകുന്ന് മറ്റുള്ള പ്രദേശങ്ങളിലേക്ക് ഈ മെയിൻ പൈപ്പ് ഈ വെള്ളമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ രീതിയിൽ വെള്ളം പൊട്ടി വലുതായി പൊട്ടി അവസാനം പല ഭാഗങ്ങളിലും വെള്ളം എത്താത്ത സ്ഥിതി വരുന്ന ആ ഘട്ടം ഞാൻ പറഞ്ഞവരെ മനസ്സിലാക്കിയിട്ട് കൂടി പൈപ്പിൽ എപ്പോഴും, കാരണം ഒന്നരാടം വിട്ട് വരുന്ന വെള്ളം ഒരു ദിവസം വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസം വെള്ളം അവർക്ക് വാൾവ് അടയ്ക്കാതെ ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അത് വാൾവ് അടച്ച് ചെയ്യണം. പക്ഷേ അത് ചെയ്യാതെ ഈ വെള്ളം ദിവസം തോറും പൊട്ടി വലിയ ലീക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വേനൽ രൂക്ഷമാകാനിരിക്കെ ഉയർന്ന പ്രദേശങ്ങളിൽ ഇപ്പോൾ തന്നെ വെള്ളം എത്താത്ത സ്ഥിതിയാണ്. പൈപ്പ് ലൈൻ പല ഭാഗങ്ങളിലും തകർന്നതോടെ ഉയർന്ന ഭാഗങ്ങളിൽ വെള്ളം എത്തില്ലെന്ന അവസ്ഥ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ ഉയരം കൂടിയ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ കടുത്ത ആശങ്കയിലാണ്. നഗരപരിധിയിലെ പല പ്രദേശങ്ങളിലും ഇത്തരത്തിൽ ജലവിതരണ കൊഴലുകൾ തകർന്ന് കുടിവെള്ളം പാഴാകുന്നുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കടലാമ മുട്ടകളിട്ട് മടങ്ങുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ ദൃശ്യങ്ങൾ കാണുക. ചാവക്കാട് കടപ്പുറം വെളിച്ചെണ്ണപ്പടിയിൽ നിന്ന് പകർത്തിയ കാഴ്ചയിലേക്ക്. മുട്ടകളിട്ട് മടങ്ങുന്ന കടലാമയുടെ വ്യക്തതയുള്ള ദൃശ്യങ്ങൾ അപൂർവമാണ്. 5ഉം 10ഉമല്ല 100 മുട്ടകളാണ് ഈ കടലാമ ഇട്ടത്. പ്രദേശത്തെ CPM പ്രവർത്തകർ വിവരമറിയിച്ചതോടെ പുത്തൻകടപ്പുറം സൂര്യ കടലാമ സംരക്ഷണ സമിതി പ്രവർത്തകർ സ്ഥലത്തെത്തി ഓരോ മുട്ടകളും ശ്രദ്ധയോടെ എടുത്ത് സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി. മുട്ടകൾ വിരിയുന്നതുവരെ കാത്തിരുന്ന ശേഷം പ്രവർത്തകർ തന്നെ കടലാമ കുഞ്ഞുങ്ങളെ തിരികെ കടലിലേക്ക് വിടും. കടലാമ സംരക്ഷണ പ്രവർത്തകരായ സെയ്ദ് മുഹമ്മദ്, നസീർ, റൌഫ്, ഷംനാദ് എന്നിവരും CPM കടപ്പുറം ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ PA ഹസീബ്, PH മഹറൂഫ് എന്നിവരുടെയും നേതൃത്വത്തിൽ പ്രവർത്തകരും സ്ഥലത്തുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വിരമിച്ച അംഗൻവാടി ജീവനക്കാരോട് സർക്കാരിനും ക്ഷേമനിധി ബോർഡിനും കറുത്ത നീതിയെന്ന് റിട്ടയേർഡ് അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് കേരള സെക്രട്ടറി C ഭാനുമതി. ആനുകൂല്യ നിഷേധത്തിനെതിരെ വിരമിച്ച അംഗൻവാടി ജീവനക്കാർ പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഭാനുമതി. ഓരോ വർഷവും പെൻഷൻ തുക മുടങ്ങാതിരിക്കാൻ വാർഷിക ബജറ്റ് പെൻഷൻ തുക വകയിരുത്തുക, ക്ഷേമ പെൻഷൻ വെട്ടിച്ചുരുക്കി 600 രൂപയാക്കി സർക്കാരിലേക്ക് അജണ്ട വെച്ച് 600 രൂപയാക്കി. ഗ്രാറ്റുവിറ്റി നൽകാൻ സുപ്രീം കോടതി വിധിയുണ്ടായിട്ടും സർക്കാർ അനുവദിക്കാത്തത് അംഗീകരിക്കാനാകില്ലെന്നും ഭാനുമതി പറഞ്ഞു. 2016 ശേഷം 6 മാസം ലീവെടുത്തതിൻ്റെ പേരിൽ ആനുകൂല്യം നിഷേധിക്കുന്ന സർക്കാർ കാട്ടുനീതിയാണ് നടപ്പിലാക്കുന്നത്. അർഹതപ്പെട്ട ലീവെടുത്തതിന് ജീവനക്കാരെ ദ്രോഹിക്കുന്ന സർക്കാർ കേരളത്തിൽ മാത്രമാണുള്ളത്. ജീവനക്കാർക്ക് സഹായ കേന്ദ്രമാകേണ്ട ക്ഷേമനിധി ബോർഡ് എങ്ങനെ ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കാമെന്നും വെട്ടിക്കുറയ്ക്കാമെന്നുമാണ് ചിന്തിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം വാഗ്ദാനം നൽകുന്ന സർക്കാർ പിന്നീട് ജീവനക്കാരോടും പെൻഷൻകാരോടും കാണിക്കുന്നത് കടുത്ത ദ്രോഹമാണെന്നും ഭാനുമതി പറഞ്ഞു. പിരിച്ചുവിട്ട അംഗൻവാടി ജീവനക്കാർക്ക് ജീവിക്കുന്നതിനാവശ്യമായ തുകയോ പെൻഷനോ നൽകാതെ അംഗൻവാടി ജീവനക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു നയമാണ് ഇപ്പോഴത്തെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജീവിക്കുന്നതിനാവശ്യമായ ഒരു തുക അംഗൻവാടി ജീവനക്കാർക്ക് പെൻഷനായി ലഭിക്കുന്നില്ല. ഈ അവസരത്തിൽ ഒത്തുകൂടി കളക്ടറേറ്റ് പിക്കറ്റിംഗ് നടത്തി കളക്ടർക്ക് നിവേദനം കൊടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ ഇന്ന് ഒത്തുചേർന്നിരിക്കുന്നത്. ആനുകൂല്യ കുടിശ്ശിക അനുവദിക്കുക, പെൻഷനിലും ആനുകൂല്യങ്ങളിലും കാലോചിതമായ പരിഷ്കരണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. പ്രസിഡന്റ് ദേവകി അധ്യക്ഷത വഹിച്ചു. സരോജിനി, ഗീത, മല്ലിക, പ്രസന്ന എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മലമ്പുഴയിൽ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി ദ്വിദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു. ഒരു മുറിക്കുള്ളിൽ മാത്രം അടഞ്ഞുകൊണ്ട് ആ മുറിയാളുടെ ലോകം എന്ന് കണ്ടുകൊണ്ട് മാത്രം ജീവിക്കുന്ന പല ഭാഗങ്ങളിലും ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവരെ കൂടി നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമാക്കി നമ്മുടെ സമൂഹത്തിലുള്ള ഒരു വ്യക്തിത്വമായി
നമ്മൾ ഈ പുറലോകത്തെ അറിയിക്കേണ്ടത് നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ് എന്നതാണ് ഇതിൽ ആദ്യം തന്നെ പറയാനുള്ളത്. ഇതിനെ ഇനീഷ്യേറ്റീവ് എടുക്കുന്ന വിയാസിക്ക് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിക്കട്ടെ. സമഗ്ര ശിക്ഷ കേരള പാലക്കാട് BRCയുടെ നേതൃത്വത്തിലാണ് മലമ്പുഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദ്വിദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ പാലക്കാട് BRC ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ MR ശിവപ്രസാദ് അധ്യക്ഷത വഹിച്ചു. പാലക്കാട് BRC പരിധിയിലുള്ള പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് 20 കുട്ടികൾ, അവരുടെ രക്ഷിതാക്കൾ, പാലക്കാട് BRCയിലെ ക്ലസ്റ്റർ കോർഡിനേറ്റർമാർ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ എന്നിവർ ക്യാമ്പിൽ പങ്കെടുത്തു. പ്രശസ്ത നാടൻപാട്ട് കലാകാരൻ അനീഷ് മണ്ണാർക്കാട് നയിച്ച നാടൻപാട്ട് അരങ്ങ്, പേപ്പർ ക്രാഫ്റ്റ്, അഭിനയ കളരി, വിവിധ നാടൻ കളികൾ പരിചയപ്പെടുത്തുന്ന കളിക്കളം, പ്രാദേശിക സ്ഥലങ്ങൾ സന്ദർശിക്കൽ എന്നിവ 2 ദിവസത്തെ ക്യാമ്പിൽ ഉൾപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലെ വോട്ട് ചോർച്ചയിൽ കടുത്ത നടപടിയുമായി CPM. UDF പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത മെമ്പറെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. വിപ്പ് ലംഘിച്ച മെമ്പർക്കെതിരെ അയോഗ്യതാ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് CPM ലോക്കൽ കമ്മിറ്റി. മണ്ണൂരിൽ CPIയെ പേരെടുത്തു പറയാതെ രൂക്ഷമായി വിമർശിച്ച CPM നേതാക്കൾ. പ്രദേശത്ത് CPMനെ പരാജയപ്പെടുത്താൻ ചുവന്ന കൊടി പിടിക്കുന്ന ചിലർ കിണഞ്ഞു പരിശ്രമിച്ചു. കമ്മ്യൂണിസ്റ്റുകാരെന്ന് വാദിക്കുന്ന ഇക്കൂട്ടർ മുന്നണി മര്യാദകൾ കാറ്റിൽ പറത്തിയെന്ന് ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. സുരേഷ്. ഇടതുപക്ഷത്തെ കോൺഗ്രസിനും BJPക്കും ഒറ്റിക്കൊടുക്കാൻ ശ്രമിച്ചെന്നും ആരോപണം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.